അവരെവിടത്തേക്ക് കാര്യം നോക്കാൻ പറ്റും. പക്ഷെ അറിയുന്ന കാര്യത്തിലെങ്കിലും കറക്റ്റായിട്ട് റെസ്പോൺസ് അവരുടെ സ്റ്റാഫിനോട് അതിന് ചെയ്യിപ്പിക്കണം. ആ പ്രശ്നം പരിഹരിച്ചോ എന്ന് ചോദിക്കണം. ഇത് ഒരു 6-7 മാസം ഒരു മെയിൽ ഞാൻ പാലക്കാട് അവിറ്റീസ് ഹോസ്പിറ്റലിനെ പറ്റി ഒരു മെയിൽ ഞാൻ കൊടുത്തിട്ട് ഒരാക്ഷനും ഇല്ല. അപ്പൊ നമ്മൾ പൊതുജനം വെറും കരുതയാണ്, വെറും കരുതിയ. ഇവരൊക്കെ പൈസ ഉണ്ടാക്കി അമേരിക്കയിലും മറ്റിടത്തൊക്കെ ട്രീറ്റ്മെന്റ് പോകും. നമ്മൾ പാവം പിടിച്ചവന്മാരെ ഇവിടെ കയറി അല്ലെങ്കിൽ നമ്മൾ പണയം വെച്ച് കാശും കടം വാങ്ങിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ വോട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മന്ത്രി, അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ട് അസുഖം ഭേദമായിട്ട് മതി വീട്ടിൽ പോകുന്നുണ്ടോ? എനിക്കിപ്പോ അതല്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? നമ്മുടെ കണ്ണൂർ നമ്മൾ കേൾക്കുന്ന എന്തുവാ, നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയിരിക്കുന്നു, ഇവിടെ UK-ലോ ഫ്രാൻസിലോ അമേരിക്കയിലോ അവിടൊക്കെ പോയി ചികിത്സയൊക്കെ തേടിയിട്ട് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നു. അത് കുടുംബസമേതം പോകുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊറോണ വന്നാലും ചിക്കൻ ഗുനിയ വന്നാലും മലബന്ധം വന്നാലും എന്ത് വന്നാലും പച്ചിപ്പനി വന്നാലും ഇതൊന്നും അമേരിക്ക കൈ മുറിച്ചെടുക്കുവാണെങ്കിൽ നിനക്ക് 10 ലക്ഷം രൂപ ഇന്ന പാരിതോഷികം അല്ലെ 1 കോടി രൂപ പാരിതോഷികം നീ നിന്റെ കാര്യം അത് കിട്ടുമെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. കിട്ടിയിട്ടുള്ളവരും എനിക്കറിയത്തില്ല, കിട്ടി കാണും ചിലപ്പോ. അതൊന്നും നമുക്ക് അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി തിരക്കിയിട്ട് ഒന്നുമില്ല. അതൊക്കെ കിട്ടിയവരോട് ചോദിച്ചാൽ ചിലപ്പോ അവരോട് എനിക്ക് ആരോഗ്യമന്ത്രിയോട് ഒറ്റ കാര്യം ഇത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. ലൈക്ക് നിങ്ങളൊന്ന് നേരിട്ട് കാണുന്ന സംഭവങ്ങൾ, അവിടെ ചെന്ന സ്ട്രക്ചറെ നിങ്ങൾ ഒന്ന് കയറി കിടക്കണം. നിങ്ങൾ വരുമ്പോൾ ആ സ്ട്രക്ചറെ തന്നെ നിങ്ങൾ കിടന്നു പോകണം. ഇതാണോ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ? നല്ല ബെഡ് സൈസ് ഉള്ളത്, നല്ല രീതിയിൽ സ്ട്രക്ചർ ഒക്കെ മേടിച്ചു വരുന്ന അതിന് എന്തോ എമൗണ്ട് ആവും. എത്ര പേര് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്? ആൾക്കാർ എത്ര പേര് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്? ഇതൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല. ഒരു വീൽ ചെയർ അവിടെ ഇരിക്കാൻ പോലും നോക്കില്ല. അവിടെ ഒരാളെ ഹെൽപ്പിന് ഞാൻ പറഞ്ഞില്ല, അമ്മയും മോനും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തെള്ളാൻ, ആ വീൽ ചെയർ തെള്ളാനും എടുക്കാനും ഒന്നിനും ഒരു ഇതില്ല, ഒരു ഹെൽപ്പിന് ഒരാളില്ല. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്. കോന്നി മെഡിക്കൽ കോളേജ് ചോദിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചോദിച്ചു, ഒന്നുമില്ല. നമ്മളെ കാര്യം ഒടിഞ്ഞാൽ നമ്മളെ അമ്മയോട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ നമ്മുടെ അമ്മ മാത്രം വേണമെങ്കിൽ എടുത്ത് സ്ട്രക്ചറെ കെട്ടിക്കോണം. അല്ലെ വേറെ അവിടെ നിൽക്കുന്ന പാമ്പിടിച്ച ലേക്ക് രോഗികളായിട്ടുള്ള ആൾക്കാരോട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് വികസനമാണ് ഇവിടെ? എന്ത് വികസനം? പൊതുജനം വെറും കാര്യം. ഇവിടെ നമ്മുടെയൊക്കെ മറവിയാണ് ഇവരെ വലിയ ആയുധമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മറവി മാത്രം ഇവർ ആയുധമാക്കുന്നത്. ഇന്നത്തെ കാര്യം നാളെ മറക്കുന്ന മലയാളികളാണ് പോയി പോകും. ഇന്നിപ്പോ ഒരു വാർത്ത കിട്ടി. ഇതിപ്പോ ഇന്നത്തെ വാർത്ത എന്താ? അല്ലെ ന്യൂസുകാർ അതിനകത്തൊരു കാര്യമാണ് ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി നമ്മളെ ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും ആരും എടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യം ചെയ്തു കാണും. അതൊക്കെ ഈ ന്യൂസുകാരെന്ന് പറഞ്ഞാൽ അവരെ താർക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ അവർ ഇത് നല്ല കാര്യങ്ങൾ എടുത്തു പറയണം. നല്ല കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ള കാര്യമുള്ള ഒരു കമന്റ് ആയിട്ടാണ് കിട്ടായിരുന്നു. ലൈക്ക് അങ്ങനെ ഒരാളെ അടിച്ച് താഴ്ത്താൻ പാടില്ല. പക്ഷെ ഞാനിത് ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, ഞാൻ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാണ്. ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ആക്ഷൻ എടുക്കണം. നമ്മളെ പുതിയത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് വെയിലത്ത് മഴയത്തും എല്ലാം വന്ന് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അത് നിങ്ങളെ വോട്ടിന്റെ ഇലക്ഷൻ സമയം വരുമ്പോൾ മാത്രം നമ്മളെ കൈകുട്ടി കാണിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ ആക്ഷൻസ് നമ്മുടെ അയക്കുന്ന മെയിൽ നമ്മൾ അയക്കുന്ന അല്ലാതെ പരാതി പേപ്പറിൽ കൊണ്ട് തരുവാണെങ്കിൽ അതിനെ തക്കതായ ആക്ഷൻസ് എടുത്തോ, എന്തൊക്കെ എത്ര ഇത് പരാതികളിലൂടെ വന്നു അതിന്റെ ആക്ഷൻസ് എടുത്തോ എന്നുള്ള കാര്യം കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്ത്. അല്ലെങ്കിൽ പിന്നീടൊക്കെ പറയാം ഇതിനൊക്കെ കറക്റ്റ് ആക്ഷൻസ് എടുത്തോ, ഞാനൊക്കെ പരാതി ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല, അതാറ് മാത്രം ചേർന്ന് നീ അന്വേഷിക്കുക. ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും എനിക്ക് മെഡിക്കൽ കോളേജിനെ പറ്റി സർക്കാർ ആശുപത്രിയെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇവരിലേക്ക് ഒന്നും പറയില്ല. ഈ ഡോക്ടർമാരോട് വെള്ളത്തെ കാണിക്കുന്നത് ഇവരെ സർക്കാർ ആശുപത്രി അത്രയ്ക്ക് അതപ്പതിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ. സർക്കാർ ആശുപത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കൊതു ഇങ്ങനെ പാറി പറക്കുമ്പോൾ അടിച്ചു കളിക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമാണ് സർക്കാർ ആശുപത്രി എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി എത്ര ഡിഫറൻസ് ആണെന്നറിയോ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ആരോഗ്യമന്ത്രിയെ താഴ്ത്തിക്കെട്ടി പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരുപാട് നല്ല പുണ്യപ്രവർത്തകൾ കാണും, നല്ല നല്ല കാര്യങ്ങൾ കാണും, അതൊന്നും ആരും എടുത്ത് കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരോഗ്യമന്ത്രിയുടെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ആരെ കുറച്ച് കാണിക്കാൻ വേണ്ടിട്ടോ അല്ല പറഞ്ഞു. ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാലും നിങ്ങൾ ആക്ഷൻ കാണിക്കണം. അതിന്റെ ഒന്ന് ആക്ഷൻ എടുക്കണം. എങ്ങനെയല്ലേ നിങ്ങളൊന്ന് അതേ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതൊരു വാശിയായിട്ടോ ദേഷ്യമായിട്ടോ നിർത്തി ഞങ്ങളേക്ക് അത് പെരുമാറില്ല. അങ്ങനെ കാണില്ല. ഇത് സത്യാവസ്ഥയുള്ള ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയല്ല ഞങ്ങൾ ഈ ഡോക്ടർമാർക്ക് ഇതിനെ തക്കതായ ആക്ഷൻസ് എടുത്താണെങ്കിൽ ഈ ഒരു കുഴപ്പമേ
പിരിച്ചു വിടുകയോ അവർക്ക് അതിനുള്ള ഫൈൻ മേടിക്കുകയോ അവരെ കോടതി കയറ്റുകയോ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു താക്കീത് എല്ലാവർക്കും കൊടുക്കാം. ഒരു താക്കീതൊക്കെ കൊടുത്ത് അവരെ മര്യാദ നിർത്തിയാലേ അവർ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര വേറെ ജീവിതമാണ്. ഒരു കൈയുടെ വിരൽ അച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് അതിന് ബുദ്ധിമുട്ട് അറിയാം അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് എങ്ങനെ പറ്റുന്നത്. അതേസമയം മന്ത്രിമാരുടെ കുടുംബം വരുമ്പോൾ ഇവരിങ്ങനെ പെരുമാറുമോ, ഇവര് കത്തിയെടുത്ത് വയറ്റി വെക്കൂ, ഒരിക്കലും പാവം പിടിച്ച പോകുന്ന അല്ലെങ്കിൽ അവരെ ഡോക്ടർമാരെ വീട്ടുകാരെ വന്ന് അവരെ ഓപ്പറേഷൻ ചെയ്ത് കീഴ് മുറിക്കുമ്പോൾ കത്തിയെടുത്ത് വെക്കുകയോ പഞ്ഞിക്കെട്ട് എടുത്ത് വെക്കുകയും കുപ്പി വെക്കുകയോ ഇതെല്ലാം ചെയ്യുമോ? അവര് ഒന്നും ചെയ്തിട്ടില്ല, പണി പോകില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വെറുതെയാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടികളാണ്. അറിഞ്ഞോണ്ടെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ചാവട്ടെ ഞാൻ ആര് ചോദിക്കാൻ വരും, പട്ടികൾ ചോദിക്കാൻ വരാനാണ് ആയിരിക്കണം മിക്കവാറും. ആര് ചോദിക്കാൻ വരും? ഒന്നാമത് അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാ. അവർക്ക് നേരെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് എത്രയോ വീഡിയോസ് പല രീതിയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ, വാർത്തയിലൂടെ ആണെങ്കിലും അല്ലാതാണെങ്കിലും. നോക്കുമ്പോ ഒന്നുമില്ല. ഈ വീണ ജോർജ് മന്ത്രി ഒരുപാട് വികസനം കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല ഞാൻ നോക്കുമ്പോൾ മറ്റേ സ്റ്റേഡിയം ചെയ്യുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴഞ്ചേരി പാലം, നമ്മുടെ ആശുപത്രികള്, കോഴഞ്ചേരി ആശുപത്രി, നമ്മുടെ പത്തനംതിട്ട ആശുപത്രി, അങ്ങനെ ഒരുപാട് ഒത്തിരി അടുത്ത് എല്ലാ ജില്ലകളും മിക്കതും ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി അവരുടെ എടുത്ത് പറയണം. ഒരു ഒരാളെ പറ്റി പറയുമ്പോൾ മോശം മാത്രം പറയാതെ നല്ല ഇലക്ഷൻ ഇത് തന്ത്രമായിട്ട് എടുത്ത് മാത്രം. ആശുപത്രി പണി തീരുന്നതിന് മുന്നേ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയായ കാര്യമൊന്നുമില്ല. അത് ശരിയായ കാര്യം അത് പണി തീരുന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പണി തീരത്തില്ല. അത് അതോടുകൂടി സ്റ്റോപ്പ്. എന്നതായിരുന്നാലും ഞാൻ നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് ചെയ്യുക. അത്രേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഒന്നുമല്ല. ഞങ്ങളുള്ള കാര്യം ഉള്ളവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞങ്ങൾ അതുപോലെ എടുത്ത് പറയാം. അതൊരു പൊതുജനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വീണ ജോർജ് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റായിട്ട് അത് അറിയിക്കും. അവർ ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കുന്നു, കുത്തി പിന്നെ പരിക്കിനുണ്ടെങ്കിൽ കുത്തി ഏൽപ്പിക്കാതെ. ഇപ്പൊ മറ്റേ കഴുത്തിന് പിടിച്ച് ഞെക്കിയെന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ അത് കേസ് കോടതി കിടക്കുന്നതാണ്. അത് വീണ ജോർജിന് എക്സാക്ട് ഉള്ള സംഭവം അറിയത്തുള്ളൂ. ശരിക്കും ഞാൻ ആരോഗ്യമന്ത്രിക്ക് അറിയത്തുള്ളൂ. മീഡിയ പറഞ്ഞ പകുതിയും വിശ്വസിക്കണ്ട. അത് കോടതി വിധിക്കണം. നമുക്ക് ആ വിഷ്വൽ കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. നമുക്ക് അതിനകത്ത് പറയാൻ ഇതില്ല. കാരണം പുള്ളിക്കാട്ട് ഫേസ് ചെയ്തു. പുള്ളിക്കാരി ഫേസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ എങ്ങനെയാ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്. നമ്മളിപ്പോ കാണാത്ത കാര്യം നമ്മളിപ്പോ ഒരു വിഷയം കണ്ടിട്ട് മാത്രം അതിന് കാര്യമില്ല. പുള്ളിക്കാരിക്ക് അതിന്റെ സംഭവം അറിയണം. അതിനകത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്റെ പൊന്നും മേഡം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യാൻ നല്ലൊരാളെ നിങ്ങൾ നിർത്തണം. എല്ലാ കാര്യവും ഓർഗനൈസ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ആൾക്കാരെ വെച്ച് നിങ്ങളുണ്ട്. എന്തായാലും ഞങ്ങളുടെ പൈസ തൊട്ട് ഇവർക്കല്ലേ ശമ്പളം കൊടുക്കുന്നത്. എല്ലാത്തിനും ടാക്സ് ഒക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ടുമുണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ നിങ്ങളൊന്ന് പഠിക്കണം. അത് നിങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരെ നിർത്തി നല്ലൊരു ഇത് നിങ്ങൾ തിരക്കി കാര്യങ്ങൾ അന്വേഷിച്ച് തിരക്കി നിങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസവും ഇത് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും പരാതി ഉണ്ട് ഇതെല്ലാം നിങ്ങൾ അറിയാൻ ശ്രമിക്കണം മാക്സിമം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ അവിടെ. അപ്പം എല്ലാവിധ വിജയാശംസകളും വീണ ജോർജ് എന്നെ പത്തനംതിരിക്കുന്നത്. അഭിമർക്കി കോൺഗ്രസില് പിന്നെ BJP-ക്കാരെ പറഞ്ഞിട്ടില്ല. മറ്റേ വീണ ജോർജ് ആണ് പത്തനംതിട്ട ഇതുവരെ LDF-ന്റെ വീണ ജോർജ് ആണ് ഞാൻ കേട്ടതനുസരിച്ച് വന്നിരിക്കുന്നത്. അഭിമർക്കിയാണ് മറ്റേ കോൺഗ്രസിന്റെ. ഏത് പാർട്ടി അവരെ നല്ല രീതിയിൽ ഭരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജനങ്ങൾ പ്രയോജനം ചെയ്യുന്നത്. അല്ല നിങ്ങളെ ഖജനാവ് നിറയ്ക്കാൻ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഫണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കാതെ നിങ്ങൾ ബാക്കി ജനങ്ങളെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നാ ശരി, അടുത്ത വീഡിയോയിലേക്ക് കാണാം.